മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തൊട്ടിത്തരവും ചെയ്തത് താനാണല്ലോ മുഖ്യമന്ത്രി. അതുകൊണ്ട് താൻ ചെയ്യുന്ന തൊട്ടിത്തരങ്ങൾ ഒളിപ്പിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതാണ് ഇപ്പോൾ പൊട്ടി പാളിസായിരിക്കുന്നത്. ഇതിലിപ്പോൾ പിണറായിയുടെ ഏറ്റവും വലിയ പാരയായി മാറിയിരിക്കുന്നത് മകൾ വീണ വിജയനാണ്. എല്ലാം വളരെ വിദഗ്ധമായി പൂഴ്ത്തിവെച്ചതാണ്. പക്ഷേ ശത്രുക്കളാണ് മക്കളായി ജനിക്കുക എന്നത് സത്യമായി തീർന്ന അവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത്. നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പൊതുജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് അച്ഛനും മകളും ചേർന്ന് നടത്തിയ കുംഭകോണത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നത്. പൊതുജനം എങ്ങനെ അടങ്ങിയിരിക്കാനാണ്? ലക്ഷങ്ങളാണ്, സഹസ്ര കോടികളുടേതാണ് കുംഭകോണം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യനെതിരെയുള്ള ചില തെളിവുകൾ മാത്യു കൊഴുന്താടൻ MLA പുറത്തുവിട്ടിരുന്നു. ഇതും കൂടി കേട്ടതോടെ പൊതുജനം വിളറി പിടിച്ചിരിക്കുകയാണ്. ശശിധരൻ കർത്തയുടെ കേരള റയർ എർത്ത്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന്റെ ആലപ്പുഴയിലെ മിനറൽ കോംപ്ലക്സ് പദ്ധതിക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് ഇടപെട്ടു എന്നായിരുന്നു മാത്യു കൊഴുന്താടന്റെ പ്രധാന ആരോപണം. അതിന് അദ്ദേഹം തെളിവുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കർത്തായുടെ ഉടമസ്ഥതയിലുള്ള 60 ഏക്കറിൽ 51 ഏക്കറിന് ഇളവ് നൽകാൻ ആലപ്പുഴ കളക്ടർ അധ്യക്ഷനും KSIDC MD അംഗവുമായ ജില്ലാതല സമിതി 2022 ജൂണിൽ ശുപാർശ ചെയ്തിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലമെന്നാണ് ആരോപണം. എന്നാൽ ഭൂപരിധി ലംഘിച്ചതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവെച്ച കേസ് കാർത്തികപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡിന് മുൻപിൽ ഉണ്ടായതിനാൽ മാത്രം 2023 ഏപ്രിൽ റവന്യൂ വകുപ്പ് ശുപാർശ നിരസിക്കുകയായിരുന്നു. കുഴൽനാടൻ ആരോപിക്കുന്ന കാര്യങ്ങളുടെ നാൾ വഴി ഇങ്ങനെയാണ്. 2019 മെയ് മിനറൽ കോംപ്ലക്സ് പദ്ധതിയിൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDC പദ്ധതിക്കായി ഭൂപരിധിയിൽ ഇളവ് തേടി റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകി. 2021 മെയ് 4 ജില്ലാ സമിതിയുടെ ശുപാർശ ഇല്ലെന്നും കമ്പനിക്കെതിരെ കേസുണ്ടെന്നും ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് അപേക്ഷ തള്ളി. പിറ്റേന്ന് തന്നെ കർത്ത മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി. ഇതിനൊപ്പം കർത്ത നൽകിയ പുനഃപരിശോധന അപേക്ഷയും റവന്യൂ വകുപ്പ് തള്ളി. എന്നാൽ മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ച ജില്ലാതല സമിതിയിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ അവസരമുണ്ടാക്കി. 2022 ജൂൺ പദ്ധതി പുതുക്കി കർത്ത വീണ്ടും നൽകിയ അപേക്ഷയിൽ ജില്ലാ വികസന സമിതി അനുകൂല തീരുമാനമെടുത്തു. 300 പേർക്ക് തൊഴിൽ നൽകുന്ന ടൂറിസം പദ്ധതി, 100 പേർക്ക് തൊഴിൽ നൽകുന്ന സോളാർ പ്ലാന്റ്, ഭക്ഷ്യമേഖലയിൽ വർക്കിംഗ് വിമൻ കൺസോർഷ്യം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. എന്നാൽ ഇളവ് ലഭിക്കുന്ന ഓരോ ഏക്കറിലും 10 കോടി നിക്ഷേപവും 20 തൊഴിലും വേണമെന്ന മാനദണ്ഡം പുതിയ പദ്ധതിയിലും പാലിച്ചിരുന്നില്ല. 51 ഏക്കറിൽ 1020 തൊഴിലവസരം വരേണ്ടിടത്ത് കർത്ത വാഗ്ദാനം ചെയ്തത് 400 തൊഴിലവസരം മാത്രമാണ്. എന്തായാലും ഈ തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ പൊതുജനത്തിന് പിണറായി ഒന്ന് പെരുമാറാൻ കയ്യിൽ കിട്ടിയാൽ കൊള്ളാം എന്ന അവസ്ഥയാലാണുള്ളത്. പ്രതിഷേധത്തിനായുള്ള കോപ്പുകൂട്ടലുകൾ പലയിടങ്ങളിലും ചേരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ പൊതുജന കൂട്ടായ്മ ക്ലിഫ് ഹൗസിലേക്ക് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജനം.